ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ മക്കളൊക്കെ ക്ലാസ് പോയതിൻ്റെ ശേഷമാണ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നിപ്പോൾ കറണ്ടിൻ്റെ അടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ കറി വെക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അനീഫ്ക രാവിലെ തന്നെ പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പച്ചക്കറികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. മാവൂർ പോയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ള കടയിൽ തന്നെ വാങ്ങിക്കും. അപ്പോൾ പിന്നെ എല്ലാം ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നായിട്ട് പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നല്ല മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മക്കളൊന്നും കൂട്ടൂല. എന്തെങ്കിലും നല്ല മീനാവണം. മക്കൾ കഴിക്കുന്ന മീൻ കിട്ടിയാൽ മാത്രം കേട്ടോ മീൻ വാങ്ങിക്കുക. അല്ലെങ്കിൽ പിന്നെ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കുക. മീൻ കഴിക്കും, തീരെ കൂട്ടാതിരിക്കുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട മീനുകളുണ്ട്, അത് മാത്രമേ കേട്ടോ കഴിക്കുള്ളൂ. അപ്പം അത് നോക്കിയിട്ടാണ് വാങ്ങിക്കാറ്. ഇന്നിപ്പോൾ നോക്കിയപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചിക്കനും കേട്ടോ വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം എല്ലാ പച്ചക്കറിയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു ഇന്ന് കറിക്ക് സാമ്പാറാക്കാമെന്ന്. സാമ്പാർ ഉണ്ടാക്കിയാൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. സ്കൂളിട്ട് വന്നാൽ തന്നെ ചോദിക്കുക എന്താണ് കറി വെച്ചതെന്ന്. അപ്പോൾ സാമ്പാറാണെന്ന് പറഞ്ഞാൽ പിന്നെ ചോറ് കഴിക്കും, അല്ലെങ്കിൽ പിന്നെ ചോറ് കഴിക്കാൻ വലിയ മടിയാണ്. അപ്പോൾ ഞാൻ പച്ചക്കറി ആദ്യം സാമ്പാറിനേക്കുള്ളതൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ബാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഒരുപാടൊന്നും അവിടെ വൃത്തികേടായിട്ടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് തന്നെ ഞാൻ വേഗം വൃത്തിയാക്കലുണ്ട്. അപ്പോൾ പിന്നെ പച്ചക്കറിയൊക്കെ ഒന്ന് തീർന്ന് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയൊക്കെ ആദ്യം ഒന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ്. എന്നാലും നമുക്കതൊന്ന് വെള്ളത്തിലിട്ട് വെക്കും ചെയ്യാം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക കേട്ടോ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ നമ്മുടെ പച്ചക്കറിയൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിതാ കുക്കറിൽ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കേട്ടോ ഞാൻ പച്ചക്കറിയൊക്കെ ഇട്ട് വേവിക്കാം. ഈ സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ മക്കളൊക്കെ നന്നായിട്ട് കഴിക്കും കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാണ് ഇഷ്ടം. ജസ്റ്റ് വേണമെങ്കിൽ ഞാനൊന്ന് പറയാം, പരിപ്പിൻ്റെ കൂടെ തന്നെ എല്ലാ പച്ചക്കറികളും കൂടെ ഒരുമിച്ചിടുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് പിന്നെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഞാനിതാ കല്ലുപ്പ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. വർക്ക് ഏരിയയിൽ നിന്നാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. പിന്നെ ഞാനതിൽ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പച്ചക്കറിയൊക്കെ ഒന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒക്കെ പാത്രത്തിലെടുത്ത് വെക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വെച്ചാൽ മതിയേ. ഞാൻ പച്ചമുളക് എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഞെട്ട് മാറ്റിയിട്ടാണ് കേട്ടോ എടുത്ത് വെക്കുക. പിന്നെ പച്ചമുളക് മുഴുവനായിട്ടും മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യാരറ്റൊക്കെ ഇതുപോലെ ഒന്ന് എടുത്ത് വെക്കുക. ഇനിയിപ്പോൾ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പച്ചക്കായ അതെല്ലാം നമുക്ക് ഇതിലേക്ക് എടുത്ത് വെക്കുക. പിന്നെ ഞാൻ ആദ്യം നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടില്ലേ, അതിൽ ഒന്നാകെ ഒരു പേപ്പർ വിരിച്ചിട്ട് എല്ലാ പച്ചക്കറിയും കൂടെ ആ ടിന്നിലിട്ട് വെക്കുകയായിരുന്നു ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറ്റി വയ്ക്കും ഓരോന്നായിട്ട്. അതിലിട്ട് വെക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ മത്തന് അതുപോലെ കുമ്പളൊക്കെ താഴെ ഭാഗത്ത് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകും കേട്ടോ. ഇതുപോലെ എടുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് ഒരുപാട് കിട്ടും. പിന്നെ ഇവിടെയൊക്കെ പച്ചക്കറി പെട്ടെന്ന് ചിലവാകും കേട്ടോ. കാരണം ഞാൻ അധികം പച്ചക്കറിയാണ് കറി വെക്കുക. കാരണം ഇവിടെ ആർക്കും മീൻ കറി അതുപോലെ ബീഫ് കറി, ചിക്കൻ കറിയൊന്നും അങ്ങനെ വെക്കുന്നത് ഇഷ്ടമില്ല. മീനും ചിക്കനും ബീഫൊക്കെ അതൊന്നൊക്കെ ഫ്രൈ ചെയ്യും, അല്ലെങ്കിൽ ബീഫാകുമ്പോൾ വരട്ടും, അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യുക. പിന്നെ പച്ചക്കറിയാണ് അധികം വെക്കുക. ഒന്നുകിൽ സാമ്പാർ അല്ലെങ്കിൽ ഓരോ ഐറ്റംസ് എടുത്തിട്ട് തേങ്ങ അരച്ചിട്ട് വെക്കും. അങ്ങനെയൊക്കെ കേട്ടോ മക്കൾക്ക് ഇഷ്ടം. പിന്നെ മക്കളെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുക. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ അധികം നോക്കൂലല്ലോ, മക്കൾ കഴിക്കാനാണല്ലോ പ്രയാസം. അപ്പോൾ പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് വെച്ച് കൊടുക്കുക. പിന്നെ പറ്റും ചിക്കൻ ഗ്രേവി ആക്കിയാൽ പറ്റും, അങ്ങനെയൊക്കെ ചെയ്താൽ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചിക്കന് മുളകിട്ടാൽ അതൊക്കെ പറ്റും. പക്ഷേ അതൊന്നും നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കില്ല. അപ്പോൾ പിന്നെ പച്ചക്കറി ഇങ്ങനെ ഓരോ ഐറ്റംസായിട്ട് തേങ്ങ അരച്ച് വെച്ച് കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പരിപ്പ് മുരിങ്ങയില കറി വെച്ചാലൊക്കെ നല്ല ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഞാൻ ചപ്പ് എടുത്ത് വെക്കുകയാണ്. ചപ്പ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് ചെയ്യുക. ഈ ഒരു പാത്രത്തിൽ ആദ്യം അടിഭാഗത്തൊരു ടിഷ്യൂ പേപ്പർ വയ്ക്കും. എന്നിട്ട് ചപ്പ്
നമ്മളതിൻ്റെ തണ്ട് ഭാഗമല്ലേ അത് ഞാൻ വെട്ടി ഒഴിവാക്കി കൊടുക്കുക. ആ മണ്ണുള്ള ഭാഗം അത് ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മേൽഭാഗത്തും ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ചപ്പ് തീരെ കേടാവാതെ കുറേ ദിവസം നിൽക്കും. ഞാനും ആദ്യം ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. ഒന്നുകിൽ ഒരു കവറിൽ കെട്ടി വെക്കും, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെക്കാതെ ഈ പാത്രത്തിലിട്ട് വെക്കുകയായിരുന്നു കേട്ടോ ചെയ്യുക. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ കിട്ടും, പിന്നെ അടിഭാഗം ചീഞ്ഞു പോവും. ഇപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് ദിവസം കിട്ടുമേ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ കറിവേപ്പില ഈ ഒരു കുപ്പിയിലാണ് ഇട്ട് വെക്കുന്നത്. ഒന്നും കഴുകിയിട്ട് ആ നനവോടെ കുപ്പിയിലും ടിന്നിലൊന്നും ഇട്ട് വെക്കരുത്. നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് അതിന് കുറച്ച് മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാവേ. നമ്മൾ നനവോടെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകും കേട്ടോ. അങ്ങനെ കറിവേപ്പില ഞാനിതാ ചെറിയൊരു കഷ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇന്നത്തെ ആവശ്യത്തിന്. ബാക്കിയെല്ലാം കൂടെ ഞാൻ ആ കുപ്പിയിലിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. പിന്നെ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ചീരകളൊക്കെ ഉണ്ടാവില്ല കേട്ടോ. പാലക് ചീരയും അതുപോലെ തന്നെ സാധാ പച്ചച്ചീരയൊക്കെ ഉണ്ടാവാറുണ്ട്. എന്തോ ഇപ്രാവശ്യം വാങ്ങിയിട്ടില്ല. കാരണം അതും ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പരിപ്പിട്ടിട്ട് വെച്ചാൽ തേങ്ങ അരച്ചിട്ട് വെച്ചാൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇന്നെന്തേന്ന് അറിയില്ല, അത് വാങ്ങിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാണ്ട് ഒരുപാടൊന്നും വൃത്തികേടായിട്ടില്ല കേട്ടോ. ഒക്കെ ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കാനേ ഉള്ളൂ. കാരണം പച്ചക്കറിയൊക്കെ തീർന്നിട്ട് നമ്മൾ പുതിയത് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഒക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് വെച്ചാൽ നല്ലൊരു ഇതാണല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൻ്റെ തട്ടൊക്കെ ഓരോന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ പിന്നെ കുറച്ച് ആപ്പിളും ഓറഞ്ചും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അച്ചുവിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിക്കണം കേട്ടോ സ്നാക്സിന്. അത് തൽക്കാലം ഞാൻ തട്ടൊക്കെ ക്ലീനാക്കി എടുത്തപ്പോൾ ഫ്രിഡ്ജിലെ ഡോർമക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഡോറ് മാത്രമേ ക്ലീനാക്കാനുള്ളൂ. അതിനിപ്പോൾ ടൈമില്ല കേട്ടോ. ഇതൊക്കെ ഒന്ന് ചെയ്തു വന്നപ്പോഴേക്കാണ് ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറിയൊക്കെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രിഡ്ജ് ഒന്ന് ഓർഗനൈസ് ചെയ്യാനേ ഉള്ളൂ. ബാക്കി വൃത്തികേടുകളൊന്നുമില്ല കേട്ടോ, കഴുകാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ഒന്ന് എടുത്ത് വെക്കാനേ ഉള്ളൂ. അപ്പോഴേക്ക് പിന്നെ ഞാൻ ഫ്രിഡ്ജൊക്കെ കഴുകി കഴിഞ്ഞു. ഒക്കെ പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ച ടൈം കൊണ്ടൊക്കെ നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ സാമ്പാറിനേക്കുള്ള. ഇനി നമുക്കതൊന്ന് വറവിട്ട് വയ്ക്കണം. അതിനായിട്ടൊരു ഞാൻ ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കുക, എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ എൻ്റെ കയ്യിൽ വറ്റൽമുളക് തീർന്നിട്ടുണ്ട്. ആ സമയം തന്നെ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം പാക്കറ്റ് വാങ്ങിച്ചതായിരുന്നു. സാമ്പാർ പൊടിയും കൂടെ ഇട്ടിട്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നല്ല ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ മസാലപ്പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് പച്ചക്കറിയും പരിപ്പും കൂടെ വേവിച്ചത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പിന്നെ തേങ്ങ വറുത്തരയ്ക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ വെച്ചാലും നല്ല ഇഷ്ടമാണ്. പിന്നെ തേങ്ങ വറുത്തരച്ചിട്ടും വെക്കാറുണ്ട് കേട്ടോ. പിന്നെ എനിക്കധികം തേങ്ങ വറുത്തരച്ച സാമ്പാർ വെച്ച് തരിക അനീഫ് ഖാൻ്റെ പെങ്ങളാണ്. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ആണ് താത്ത താമസം. ഞാൻ എൻ്റെ വേറൊരു വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് താത്ത സാമ്പാർ വെക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. ഇവിടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണത്. അങ്ങനെ ഒരുപാട് കൂടുതലൊക്കെ വെക്കുമ്പോൾ പിന്നെ താത്ത വെച്ച് തരും. താത്ത വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ പച്ചക്കറിയും പരിപ്പും കൂടെ വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് സമയം അങ്ങനെ തന്നെ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ആ സമയം ഞാൻ അതിലേക്ക് കുറച്ച് ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. അപ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ സാമ്പാർ അപ്പുറത്തെ ചെറിയ അടുപ്പത്തേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ട് അവിടുന്ന് തിളക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനൊന്ന് ചിക്കൻ മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ മസാലകളൊന്നും ഇട്ടിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചപ്പും കൂടെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് അതും, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇത്രേ ഇട്ടിട്ടുള്ളൂ മസാലയിൽ. പിന്നെ അതുപോലെ തന്നെ നല്ല ജീരകപ്പൊടി കേട്ടോ. നല്ല ജീരകമല്ല, വലിയ ജീരകം. അതിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മസാല പുരട്ടിയെടുത്താണ്. എന്നിട്ട് അതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനെനിക്ക് ടൈം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം നന്നായിട്ട് മസാല പിടിക്കും. എന്നിട്ട് ഇനിയിപ്പോൾ ഞാനൊരു ഇതുപോലെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിൽ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ അപ്പോഴേക്ക് ഞാൻ പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്ലീനിങ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്രയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാമ്പാറും ചോറും കേട്ടോ. ഇന്ന് ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല അടിപൊളി സാമ്പാറാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ട് ഏത് കഴിക്കാത്ത മക്കളും പച്ചക്കറി കഴിക്കാൻ മടിയുള്ള മക്കൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവുമേ ഇങ്ങനെ ചെയ്താൽ.
അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അച്ചുവിനും ഷിനുവിനൊക്കെ ഉണ്ടാക്കുന്ന ലഞ്ച് ബോക്സ് റെസിപ്പീസ് കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ കുറച്ച് റെസിപ്പീസ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.